എല്ലാവരും വീക്കെൻഡൊക്കെ എങ്ങനെയുണ്ട്? സുഖമാണോ? ഞങ്ങൾ ഒന്ന് ലുലു മോള് വരെ വന്നതാണ് കേട്ടോ എറണാകുളത്ത്. അപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാമേ. ലുലു മോളിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ ഇത്. ഇവിടെ കറക്റ്റ് വന്നപ്പോഴേക്കും ഞാനൊരു ചെറിയ സ്റ്റഡാണ് ഇട്ടിരുന്നത്, ഇമിറ്റേഷൻ. അതിൻ്റെ ആണി പോയി. അപ്പോൾ ഫാഷൻ സ്റ്റോറിൽ കയറിയിട്ട് വാങ്ങിച്ച ഒരു കമ്മലാണ് കേട്ടോ. ഇഷ്ടമായോ? 149 ആണ് കേട്ടോ. കമ്മലൊക്കെ ഒരുപാട് സെലക്ഷൻ ഉണ്ട്, പക്ഷേ ഭയങ്കര റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങിച്ചില്ല. ഞാൻ കുറച്ച് പിസ്കിയാണ് കാര്യത്തിൽ. അപ്പോൾ എനിക്ക് പറ്റുന്ന ബഡ്ജറ്റിലൊരു 149 രൂപയുടെ ഒരു കമ്മൽ ചുരിദാറിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, നാളെ തുടങ്ങി ഏകാദശിയുടെ നോയമ്പ് തുടങ്ങുവാണ്. മറ്റന്നാളാണ് ഏകാദശി. അപ്പോൾ നാളെ തുടങ്ങി ഏകാദശി നോയമ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ ഇന്ന് ദശമി ആയതുകൊണ്ടിട്ട് പിന്നെ ഇന്ന് തുടങ്ങി ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ശങ്കരനാണെങ്കിൽ ലുലു വരെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം. നോയമ്പ് നാളെ തുടങ്ങിയാണ്. നാളെ തുടങ്ങി നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ്, അതായത് വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, വെജിറ്റേറിയൻ ഫുഡ് എങ്ങനെയാണ് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ പലർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോഴേ നമ്മളിപ്പോൾ നോയമ്പെടുത്തേക്കുവാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് വെജിറ്റേറിയൻ. ഇപ്പോൾ നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല. പലരും അറിയാതെയൊക്കെ വാങ്ങിച്ചത് കഴിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര കാര്യമായിട്ടൊക്കെ എടുത്ത് നോയമ്പ് എടുത്തിരിക്കുവാണെങ്കിൽ അത് ഒരു തടസ്സമാവില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കണ്ടേന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഐറ്റം നമ്മൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. ഓക്കെ. ആദ്യം ഉണ്ടല്ലോ, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ പാനിപ്പുരിയാണ്. ഓക്കെ. പിന്നെ റേറ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു പീസിന് 60 രൂപയായിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് 4 പേർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാനിപ്പുരി. പിന്നെ ഇത് നമ്മുടെ സമോസ ചാട്ടാണ് കേട്ടോ. ഇതും വരുന്നത് 70 രൂപയുള്ളൂ. സത്യം പറഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡിന് ഇവിടെ ഭയങ്കര, എനിക്ക് തോന്നുന്നു, ചീപ്പാണെന്ന് തോന്നുന്നു. നോണൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ സാധാരണ ഞങ്ങളുടെ പോക്കറ്റ് കീറാറുണ്ട്. ഇതിപ്പോൾ വലിയ വിലയൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ശങ്കറിൻ്റെ ഫേവററ്റ് ഡോണറ്റാണ്. അവൻ വീട്ടിൽ നിന്ന് ഡോണറ്റ് മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അതിനകത്ത് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് മുതൽ നമ്മൾ പച്ചക്കറിയല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഡോണറ്റിൽ എന്താ പറയുക, ഡോണറ്റ് വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഇതും എത്രയായിന്നറിയാമോ? 89 കേട്ടോ. 89 റുപ്പീസാണ്. 4 ഡോണറ്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഡോണറ്റ് നല്ല ടേസ്റ്റിയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. പിന്നെ അതാ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞ്, ഇതെന്താ സാധനമെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് വായിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. ഫോർമേജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താ സാധനം എന്നറിയാൻ പാടില്ല. എന്തായാലും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 96 റുപ്പീസാണ് കേട്ടോ. ഇതും വെജിറ്റേറിയൻ ആണ്. പിന്നെ കുറച്ച് കുക്കീസാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല, എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഞാൻ ഓഫീസിൽ നിന്ന് രാവിലെയൊക്കെ വരുമ്പോഴേ വിശന്നിട്ടാണ് വരിക. അപ്പോൾ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുക്കീസ് എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണേ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റ്സാണ്. പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് ഒരു സ്ലൈസിൻ്റെ ഒരു സ്ലൈസിൻ്റെ ഒരു മാംഗോ ഡ്രിങ്ക് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഈ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രെഡ്, ജാം, ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ബാഗ് വെച്ചേക്കുവാണ്. ഇപ്പം ഞങ്ങളിതാ നമ്മുടെ ശങ്കരൻ കുഞ്ഞ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ് കേട്ടോ. നമ്മുടെ ഹീറോ ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് വിശന്നിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അയ്യോ, ആ കാര്യം പറഞ്ഞില്ലല്ലോ. എങ്ങനെയാണ് ഒരു നമ്മൾ പിന്നെ വെജിറ്റേറിയൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ. പായോ കണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ഈ പ്രൊഡക്റ്റിൽ കണ്ടോ, ഇത് ഇങ്ങനെ ഒരു പച്ച സൈൻ കണ്ടോ? ഇതാണ് കണ്ടല്ലോ, ഈ പച്ച സൈൻ, അതായത് ഇത് ഈ കാണുന്ന സൈൻ കേട്ടോ. കൈ വെച്ചേക്കണത് കണ്ടോ, വിരൽ വെച്ചേക്കുന്നത്. ഈ പച്ച സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇത് കേക്കോ അങ്ങനെ എന്തെങ്കിലും എഗ് ഇട്ട വല്ലതോ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു റെഡ് കളറിലെ ഒരു ട്രയാങ്കിൾ ഷേപ്പായിരിക്കും വരിക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്നെല്ലാം വെജിറ്റേറിയൻ ഐറ്റംസ് വാങ്ങിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളതൊന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കേക്ക്സ് ഒക്കെ ആണെങ്കിൽ ഒരു റെഡ് കളറിലെ ട്രയാങ്കിൾ ഷേപ്പായിരിക്കും ഈ സ്ഥാനത്ത് ഉണ്ടാവുക. അപ്പോൾ പച്ച ഇൻഡിക്കേഷൻ ആണെങ്കിൽ അത് വെജിറ്റേറിയൻ ആണെന്നാണ് അർത്ഥം. ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡോണറ്റിൽ കണ്ടോ,
കണ്ടോ, ഡോണറ്റിലും പച്ച ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു പ്രൊഡക്റ്റ്, ഇതിനകത്തും പച്ച കളറിലെ ഇൻഡിക്കേഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് നോക്കുക നിങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കുഴലപ്പം അതുപോലെയുള്ള വറുത്ത സാധനങ്ങളിലൊക്കെ നമ്മൾ മുട്ടയിടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വെജിറ്റേറിയൻ നമ്മൾ വ്രതം എടുത്തേക്കുവാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്രതം മുടങ്ങത്തില്ലേ. അപ്പോൾ നമ്മളത് അറിയാതെയാണെങ്കിലും അത് കഴിച്ച് കഴിഞ്ഞാൽ അതൊരു ഇതാണ്, മുടക്കാണ് ശരിക്കും. അപ്പോൾ ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സൈൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ സൈൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് നമ്മൾ വേർതിരിച്ചറിയുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.